ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. AMMA അമ്മ എന്ന താര സംഘടനയുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് മെയിൻ സ്ട്രീം ചാനലിലൂടെ വരുന്ന വാർത്തകൾ നിങ്ങൾ ഭൂരിഭാഗം ആളുകളും കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ടിനി ടോമേട്ട, തുടക്കത്തിലെ ഒരു കാര്യം നിങ്ങളോട്, ഈ അഭിപ്രായങ്ങൾ അത് ജനങ്ങൾക്ക് പറയാം, മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നതിന് നമ്മുടെ നെഞ്ചത്തോട്ടൊന്നും കയറാൻ വന്നിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ കയ്യിരിപ്പ് നന്നാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാവരും വീഡിയോ ചെയ്യും. നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ എന്താണെന്ന് അൻസിബ ഹസൻ പറഞ്ഞിട്ടൊന്നും വേണ്ട ജനങ്ങൾക്കറിയാൻ. നിങ്ങൾ തന്നെ മെയിൻ സ്ട്രീം ചാനലുകളുടെ ഫ്രണ്ടിൽ വെച്ച് കാണിക്കുന്ന കാട്ടായൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അഹങ്കാരത്തിൻ്റെ ഏത് ലെവലിലാണ് ചേട്ടൻ നിൽക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം അമ്മയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അഞ്ജലി നായർ അവരോട് നിങ്ങൾ കാണിക്കുന്ന ഒരു പരിപാടി, ഒരു കളിയാക്കൽ, ഒരു പേഴ്സണൽ സ്പേസിൽ നിങ്ങൾക്ക് ആവാം. നമ്മുടെ സുഹൃത്താണെങ്കിൽ നമുക്ക് കളിയാക്കാം. മീഡിയക്കാർ നിൽക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ കിടന്നുകൊണ്ട് വേറൊരാളെ, അതും നിങ്ങളുടെ തന്നെ താര സംഘടനയിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിയെ എന്തിൻ്റെ പേരിലാണെങ്കിലും മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ ലോകമെമ്പാടും ആൾക്കാർ കാണാൻ ഇടവരുത്താൻ ചാൻസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഓൺലൈൻ മീഡിയക്കാർ. അവരുടെ ഫ്രണ്ടിൽ വെച്ച് ഈ തൊലിഞ്ഞ പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, അങ്ങനെ തന്നെ ഉപയോഗിക്കണം, അങ്ങനെ തന്നെ വേണം ഉച്ചരിക്കാൻ. നിങ്ങളുടെ കാര്യത്തിൽ ഈ തൊലിഞ്ഞ പരിപാടിയൊക്കെ കാണിക്കുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ദാ അൻസിബ ഹസൻ കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. 1 കോടി രൂപയൊക്കെയാണ് നഷ്ടപരിഹാരം ചോദിക്കുന്നത്. ടിനി ടോമിൻ്റെ അടുക്കലല്ല, ലക്ഷ്മിപ്രിയ അടുക്കൽ. എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം അപ്ഡേറ്റ്സുകൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. അൻസിബയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് തന്നെ ഒന്ന് സംസാരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടിപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലും ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അതിന് ഇവിടെ വിലയുണ്ട് കേട്ടോ. വീണ്ടും ഞാൻ പറയുകയാണ്, കണക്ക് പുറത്തൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ ഭൂരിഭാഗം കമൻറ്റുകളും ഞാൻ കാണാറുണ്ട്, ലൈക്ക് അടിക്കാറുണ്ട്. എല്ലാത്തിനും ഒന്നും കുത്തിയിരുന്ന് റിപ്ലൈ തരാൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുന്നില്ല എന്നല്ല. ഓക്കെ, അത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓരോരോ വീഡിയോ ക്ലിപ്പുകളായിട്ട് കണ്ടു തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 കോടി രൂപയാണ് നഷ്ടപരിഹാരമൊക്കെ അൻസിബ ചോദിക്കാൻ റീസൺ ഉണ്ട്. ആ പെൺകുട്ടിക്കെതിരെ ഒരു ഫേക്ക് കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നു. അവിടെ ഇട്ട് ഏകദേശം 3 മണിക്കൂറോളം ലക്ഷ്മിപ്രിയയും ആ ഒരു സ്റ്റേഷനിലെ SIയും ഹരാസ് ചെയ്യുന്നു അൻസിബയെ. ഇത് അവരിപ്പോൾ ജനങ്ങളോട് പറഞ്ഞു. നഷ്ടപരിഹാരം ചോദിക്കാനായിട്ട് കേസുമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നുമുണ്ട്. ആ ഒരു പെൺകുട്ടിക്ക് ഈ 1 കോടി രൂപ കിട്ടിയിട്ട് വേണം ജീവിക്കാനെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്യാവശ്യം സിനിമകൾ അഭിനയിച്ച് നേരത്തെ തന്നെ കാശുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു പൈസ, ഈ ഒരു തുക അവർ ചോദിച്ചതിൽ എനിക്ക് തെറ്റ് തോന്നുന്നില്ല. ചോദിക്കണം, മനസ്സിലായില്ലേ? അതും വേറൊരു പുരുഷനോടൊന്നും അല്ല, ഒരു സ്ത്രീയോട് തന്നെ ചോദിച്ചിരിക്കുന്നത്. വേറെ 2 സ്ത്രീകളോടാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം അതുപോലെ ഈ പെൺകുട്ടിയെ ഹരാസ് ചെയ്തു. നമുക്ക് എന്തായാലും ഈ വാർത്ത ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അമ്മ സംഘടനയിലെ പരാതിയിൽ നിയമപോരാട്ടത്തിൽ അൻസിബ ഹസൻ രംഗത്തിറങ്ങുകയാണ്. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. തൃപ്പൂണിത്തുറ SI, നടി ലക്ഷ്മിപ്രിയ എന്നിവർക്കെതിരെ പരാതി നൽകി. 1 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി S. ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, ഇപ്പോഴും അമ്മ ഇതൊരു ആഭ്യന്തര വിഷയമായി അങ്ങോട്ടും ഇങ്ങോട്ടും വിശദീകരണമൊക്കെ ചോദിച്ച് ഒതുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ നമ്മുടെ നിയമത്തിൻ്റെ മുന്നിലേക്ക് വരികയാണ്, പോലീസ് നടപടികളിലേക്ക് ഈ വിഷയങ്ങൾ വരികയാണ്. അതേത് തലത്തിലാണിത് മാറുന്നത്? അനൂപ്, ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടാക്കിയൊരു പൊല്ലാപ്പിൻ്റെ തുടർച്ചയിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരു പരാതിയിലേക്ക് പോയിരിക്കുന്നത്. അത് ആഭ്യന്തരമന്ത്രിക്ക്, ആഭ്യന്തര സെക്രട്ടറിക്ക്, ഒപ്പം സംസ്ഥാന പോലീസ് മേധാവിക്ക്, ഇവർ 3 പേർക്കുമാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ എതിർപക്ഷത്തുള്ള 2 പേർ എന്ന് പറയുന്നത് നടി ലക്ഷ്മിപ്രിയയും അതുപോലെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI ആയിട്ടുള്ള രേഷ്മയുമാണ്. ഇതിൽ അൻസിബ നൽകിയിരിക്കുന്ന പരാതി പ്രകാരം പറയുന്നത്, അൻസിബ ലക്ഷ്മിപ്രിയയ്ക്ക് ജനുവരി മാസത്തിൽ എപ്പോഴോ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നു. ഈ വാട്സപ്പ് മെസ്സേജ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് അതിനെ
തെറ്റിദ്ധരിക്കുന്നു. ഇതേ തുടർന്ന് ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവിനും ഇടയിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് പിന്നാലെ തന്നെ ഒരു ദിവസം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അവിടെ വെച്ച് തന്നോട് ഈ SI രേഷ്മയും മറ്റും വളരെ മോശമായി പെരുമാറുകയും തന്നെ ഭീഷണിപ്പെടുത്തി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെ ഫോൺ ചെയ്യിച്ച് താൻ തെറ്റായൊന്നും ഉദ്ദേശിച്ചല്ല മെസ്സേജ് അയച്ചത് എന്നുള്ള മറുപടി തന്നിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. അത് കേൾപ്പിക്കാമേ. ലക്ഷ്മിപ്രിയയ്ക്ക് ഹൻസിബയോട് ഒരു വിദ്വേഷമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഹൻസിബ കാരണം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേസായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. മനസ്സിലായില്ലേ? കേസായിട്ട്. അതായത് ഈ ഒരു പെൺകുട്ടി ഇങ്ങനൊരു മെസ്സേജ്, ഹൻസിബ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്ത് മെസ്സേജ് അയച്ചതെന്ന്. ചേച്ചി, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ നിങ്ങളുടെ ഒരു ഫോട്ടോ കണ്ടു എന്ന്. ഇതാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇനി അത് കാരണം, ആ ഒരൊറ്റ മെസ്സേജ് കാരണം എങ്ങനെയാണ് ലക്ഷ്മിപ്രിയയുടെ വീട്ടിൽ അത്ര വലിയ കലഹം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. ഇനി കലഹം ഉണ്ടായാൽ തന്നെ ആ ഒരു കലഹം ഉണ്ടാക്കിയ ഹൻസിബയുടെ പേരിൽ ഒരു കേസായിട്ട് പോകാം. ഇത് കേസൊന്നുമില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് ഭീഷണിയാണ്. നീ വിളിച്ചു പറയണോ എൻ്റെ കെട്ടിയവനോട്? വിളിച്ചു പറഞ്ഞേ പറ്റുള്ളൂ, അത് വേറെ തരത്തിലൊന്നും അല്ല എന്ന് നീ വിളിച്ചു പറയണം. അതിന് കൂട്ടുനിന്നത് ഒരു SI, ഒരു വനിതാ SI. തെമ്മാടിത്തരമല്ലേ അവിടെ കാണിച്ചിരിക്കുന്നത്? അല്ലേ? എനിക്കത് തെമ്മാടിത്തരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ വേറൊരു മെയിൻ കാര്യം, ടിനി ടോമേട്ടൻ ഇതിനകത്ത് നിന്നൊക്കെ പുറത്തായി കേട്ടോ. ടിനി ടോമേട്ടനെതിരെ കേസൊന്നുമില്ല. പുള്ളി പിന്നെ മുടുക്കനാണല്ലോ. വിളിപ്പിച്ചിട്ടുണ്ടായിരിക്കും ആരെങ്കിലും കൊണ്ടൊക്കെ ഹൻസിബ ചേച്ചിയെ. മനസ്സിലായോ? അതായത് പിന്നെ തെളിവുമില്ല. ചേട്ടൻ പുറകെ കൂടെയുള്ള കളിയേ ഉള്ളൂ. അവിടെ ഇവിടെയും പോയിട്ട് കുണുകുണു പരദൂഷണം, ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. പുറകെ കൂടെ പോയി ചില ആൾക്കാർ പറയും നമ്മൾ വീഡിയോ ചെയ്യുന്നത് പരദൂഷണം പറയുകയാണ്. നമ്മൾ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വീഡിയോകൾ ചെയ്യുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ ആരും കാണാതെ, നിങ്ങളെ ആരെയും കേൾപ്പിക്കാതെ അപ്പുറം ഇപ്പുറയും പോയിരുന്നു ഒളിച്ചിരുന്നൊന്നും പറയുന്നില്ല. ആരുടെയും കുറ്റം പിടികിട്ടിയോ? ഇപ്പൊ ഈ വീഡിയോ ആണെങ്കിൽ പോലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ഫേസും കാണിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പറയുന്നത്. പക്ഷെ ശരിക്കുള്ള പരദൂഷണം അത് ഈ ടിനി ടോം ചേട്ടനെ പോലുള്ള ആളുകൾ ചെയ്യും. അത് ചെയ്തിട്ടുണ്ടല്ലോ പലയിടത്തും. ആ പെൺകുട്ടിയെ പറ്റി എന്തിനധികം പറയുന്നു, ആ പെൺകുട്ടിയുടെ അച്ഛനുമായി ബന്ധപ്പെട്ട് പരാതിയിൽ അതൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? രണ്ടാം അച്ഛനുമായി ബന്ധപ്പെടുത്തി കുറെ കുണു ടിനി ടോമേട്ടൻ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ആ അച്ഛൻ്റെയൊക്കെ ഒരു അവസ്ഥ, രണ്ടാം അച്ഛനാണെങ്കിലും അദ്ദേഹമൊക്കെ ഇയാളുടെ ഈ വർത്താനം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പലരും എടുത്ത് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ആ മനുഷ്യൻ എന്തായിരിക്കും അവരുടെയൊക്കെ ഒരു അവസ്ഥ? അയാളൊക്കെ എന്തെങ്കിലും ചെയ്താൽ പോലും അത് ടിനി ടോമിൻ്റെ തലേ വരണം. പക്ഷെ വരത്തില്ല. ടിനി ടോമേട്ടൻ അവിടെ സേഫ് ആവും. കാരണം പിടിപാടുണ്ടല്ലോ, ഹോൾഡ് ഉണ്ടല്ലോ. നടൻ ടിനി ടോം അല്ലേ, ഭയങ്കര ഗംഭീരമായ ആക്ടർ. കഷ്ടം. ബാക്കി എനിക്ക് വലിയ അപമാനമുണ്ടാക്കി എന്നുള്ളതാണ് ഹൻസിബ പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ ലക്ഷ്മിപ്രിയക്കെതിരെയും നടപടിയെടുക്കണമെന്നാണ് ഹൻസിബയുടെ ആവശ്യം. അതോടൊപ്പം തന്നെ തനിക്കുണ്ടായ അപമാനത്തിന് 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം വേണമെന്നും ഈ പരാതിയിൽ ആഭ്യന്തരമന്ത്രിയോടും DGPയോടും ഹൻസിബ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അത് സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ഈടാക്കിയോ തനിക്ക് 1 കോടി രൂപ നൽകണം എന്നുള്ളതാണ് ഹൻസിബയുടെ ആവശ്യം. എന്തായാലും മാത്രമല്ല, ഈ സംഭവം പറഞ്ഞ് അമ്മ യോഗത്തിൽ പോലും തന്നെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നുവെന്നും ഹൻസിബ പരാതിയിൽ പറയുന്നുണ്ട്. ബാക്കി കേൾപ്പിക്കാം. സർക്കാരിൽ നിന്നൊന്നും കിട്ടുമെന്ന് ഹൻസിബ മോള് പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ ഈ പരാതിക്കാരുണ്ടല്ലോ, ഹൻസിബ ആർക്കൊക്കെ എതിരെയാണോ ഇപ്പൊ പരാതി കൊടുത്തിരിക്കുന്നത് അവരിൽ നിന്നും കിട്ടും. ഈ 1 കോടി ഒന്നും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ കേട്ട കാര്യം ഞാൻ മറന്നു കളഞ്ഞു, നിങ്ങളും മറന്നു കളഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ സർക്കാരിൽ നിന്ന് അത് ഒരു സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. മനസ്സിലായ? സ്വപ്നത്തിൽ പോലും. പിന്നെ ഇതിൻ്റെ പേരും പറഞ്ഞ്, ലക്ഷ്മിപ്രിയയുടെ പേരും പറഞ്ഞ് നാണം കെടുത്തിയിട്ടുണ്ട്. അതാരാണ് ഏറ്റവും കൂടുതൽ നാണം കെടുത്താൻ മുന്നിട്ടിറങ്ങിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടിനി ടോം. പിടിച്ച് വിലക്കുക, അമ്മ എന്ന് പറയുന്ന താര സംഘടനയിൽ നിന്ന് വിലക്കുക. മനസ്സിലായോ? എടുത്ത് പുറത്ത് കളയുക ഇവനെയൊക്കെ. ഓക്കെ, അല്ല ഈ താരസംഘടനയിൽ ഇരിക്കാൻ ഓക്കെ, നേരത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവന്റെ കയ്യിരിപ്പുണ്ടെന്ന് തോന്നി. ഏതെങ്കിലും സിനിമയിലൊക്കെ ഉണ്ടോ എനിക്കറിയത്തില്ല. കാരണം ഇവനെക്കാട്ടിലും നന്നായിട്ട് മിമിക്രി ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് ഇവിടെ. ഇവനെക്കാട്ടും നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് ഇവരെ. അവരൊക്കെ മുന്നോട്ട് വരട്ടെന്നേ. മാറിക്കോട്ടെ, ടിനി ടോമൊക്കെ ഇങ്ങോട്ട് മാറിക്കോട്ടെ. നമുക്കതാ പറയാനുള്ളത്. ബാക്കി
ഇതെന്തായാലും ഈ അമ്മയിലെ ഈ 2 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തമ്മിലുള്ള തർക്കം ഒരു നിയമപരമായ പരാതിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതേസമയം ഇത് സംഘടനയുമായിട്ടൊരു ബന്ധവുമില്ലെന്നും സംഘടനയ്ക്ക് പുറത്ത് 2 വ്യക്തികൾക്കിടയിൽ നടന്നൊരു പ്രശ്നം മാത്രമാണ് എന്നുള്ളതുമാണ് താരസംഘടനയുടെ നേതൃത്വത്തിൻ്റെ ഒരു വിശദീകരണം. ഇതിനിടയിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു സംഭവവികാസം അൻസിബ അടക്കം 4 താരങ്ങൾക്ക് ഇപ്പോഴുണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് അമ്മ ഓഫീസിൽ ഹാജരായി വിശദീകരണം നൽകണമെന്ന് അമ്മ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് അൻസിബയ്ക്ക് പുറമെ ടിനി ടോം, അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയ, അതുപോലെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കുക്കു പരമേശ്വരൻ എന്നിവരോടാണ് ജൂൺ 1-ാം തീയതിക്കും 3-ാം തീയതിക്കും ഇടയിൽ നേരിട്ടെത്തി ഹാജരാവാനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ അൻസിബ പറയുന്നത് ഇനിയിപ്പോൾ അമ്മ നേതൃത്വത്തോട് തൻ്റെ പരാതികളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഒരു നിഷ്പക്ഷ സമിതി രൂപീകരിക്കണം. ആ സമിതിയിൽ രമേശ് പിഷാരടി, മാല പാർവതി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ ഉണ്ടാകണം. അങ്ങനെ ഒരു സമിതി ഉണ്ടെങ്കിൽ മാത്രമേ തൻ്റെ പരാതികൾ ഇനി അമ്മ നേതൃത്വത്തോട് പറയാൻ താൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അൻസിബയുടെ നിലപാട്. അപ്പോൾ അൻസിബയുടെ ഈ ആവശ്യത്തോട് എങ്ങനെ സംഘടനാ നേതൃത്വം പ്രതികരിക്കുമെന്നുള്ളതും പ്രധാനമാണ്. ജൂൺ 21-ാം തീയതി സംഘടനയുടെ ജനറൽ ബോഡി യോഗം ചേരാനിരിക്കുകയാണ്. അപ്പോൾ ആ ജനറൽ ബോഡി യോഗത്തിന് മുന്നോടിയായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് ശ്വേതാ മേനോൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ഒരു സംഭവം ഒരു നിയമപരമായ ഒരു കേസിൻ്റെ രൂപത്തിലേക്കൊക്കെ മാറാനുള്ള സാധ്യത ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ആദ്യത്തെ ചോദ്യം, ഈ അമ്മയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്വേതാ മേനോൻ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ശ്വേതാ മോഹൻ എന്ന് പറഞ്ഞു, അറിയാതെ തെറ്റിപ്പോയതാണ്, ക്ഷമിക്കുക. ശ്വേതാ മേനോൻ, നിങ്ങൾ ആരാണ് അൻസിബയ്ക്ക് നോട്ടീസ് അയച്ചിട്ട് വരാൻ പറയാൻ, 1-ാം തീയതിക്കും 3-ാം തീയതിക്കും ഇടയ്ക്ക് വരണം എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? ആ പെൺകുട്ടി നിങ്ങളുടെ താരസംഘടനയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് നോട്ടീസ് അയച്ച് വരാൻ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അവർ വരാൻ അർഹതപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ അവർക്ക് താല്പര്യമില്ല, അവർ നിയമത്തിൻ്റെ വഴിയേ പോവുക. അവരോട് വന്നേ പറ്റുള്ളൂ എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? അവർ നിങ്ങളുടെ പരാതി കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവർ മീഡിയയുടെ ഫ്രണ്ടിലോട്ട് പോയത്. നിയമത്തിൻ്റെ വഴിയെ തിരഞ്ഞെടുത്തത്, നിയമത്തിൻ്റെ വഴി അവർ തിരഞ്ഞെടുത്തത്. പോട്ടെ, ഒരു നിഷ്പക്ഷ സമിതി വേണം. അവർ വന്ന് നിങ്ങളോട് കാര്യം പറയണമെങ്കിൽ അതിൽ പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ 2 പേരെയും നമുക്കറിയാം. അത്യാവശ്യം നല്ല 2 മനുഷ്യന്മാരാണ്. ധ്യാനെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിഷാരടി ആണെങ്കിലും പാലക്കാട് MLA ആണ്, അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് പലരിൽ നിന്നും അറിയാൻ സാധിച്ചത്. പിന്നെ മാല പാർവതി ഓക്കെ ഇരുന്നോട്ടെ, എനിക്കറിയില്ല അവരെ പറ്റി. വോട്ടെവർ എന്താണെങ്കിലും ഇവരുള്ള ഒരു വേദിയിൽ അല്ലെങ്കിൽ ഇവരിയ്ക്കുന്ന സമയത്ത് വന്ന് സംസാരിക്കാം എന്നാണ് അൻസിബ പറയുന്നത്. ആ പറയുന്നതിനകത്ത് അല്ലെങ്കിൽ അവരുടെ ആവശ്യം മുന്നോട്ട് വെച്ചതിനകത്ത് തെറ്റണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബാക്കി ഒരാളെ അവിടെ വിശ്വാസമില്ല. പിടികിട്ടിയോ? ബാക്കി കുറേ ആളുകൾ ഉള്ളപ്പോഴാണ് ഈ പെൺകുട്ടിയെ വളരെ മാനസികമായിട്ട് തളർത്തുന്ന പല വാക്കുകളും ടിനി ടോമേട്ടൻ്റെ വായിൽ നിന്ന് പോലും അവിടെ വീണു എന്ന് കഴിഞ്ഞ ദിവസം ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ആരും പ്രതികരിച്ചില്ല. മനസ്സിലായില്ലേ? നട്ടലുള്ള ഒരുത്തനും ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ അൻസിബയ്ക്ക് തോന്നി ധ്യാനും പിഷാരടിയും വേണമെന്ന് തോന്നിയെങ്കിൽ അവരോട് ഇത്തിരി വിശ്വാസവും അവർക്ക് നട്ടലുണ്ടെന്ന് അൻസിബയ്ക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം. പിടികിട്ടിയോ? അതിനകത്ത് ആ പെൺകുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. അവർ വരട്ടെ, അവരുള്ള സമയത്ത് വിളിക്കുക അൻസിബ ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കും. അതല്ലാതെ ഈ അമ്മയുടെ അങ്ങോട്ട് തള്ളിക്കയറി ചെന്ന് കാര്യം പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞാലും വലിയ കാര്യമൊന്നും ഉണ്ടാകത്തില്ല, ഒതുക്കി തീർത്തതേ ഉള്ളൂ. അങ്ങനെ ഒതുക്കി തീർക്കേണ്ട ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയെ, ലക്ഷ്മിപ്രിയയെ പോലൊരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് അപമാനിക്കുക. മനസ്സിലായോ? കൂടാതെ ടിനി ടോമിൻ്റെ ഈ കോമഡി ചേട്ടൻ്റെ അതൊക്കെ നിർത്തിയേ പറ്റുള്ളൂ. ഒരാളെ പരിഹസിക്കുമ്പോൾ അയാൾക്കും കൂടെ ഇഷ്ടപ്പെടണം. മനസ്സിലായോ? ഓക്കെ, ഇത് എന്നെ ചുമ്മാ തമാശയ്ക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് പറയുന്നതാണെന്ന് അപ്പുറം ഇരിക്കുന്ന ആർക്കും തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. ഇതൊന്നും അല്ലാതെ ഇരുന്നുകൊണ്ട്, അതും മീഡിയക്കാർ നിൽക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിലിട്ട് ഇങ്ങനത്തെ ആ അഞ്ജലി നായരുടെ കേസിലോ, അഞ്ജലി നായരല്ല അവരുടെ കേസിൽ നമ്മൾ കണ്ടതാ. അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവനെ എങ്ങനെയായിരിക്കും ബാക്കിയുള്ളവരോടും. ഇപ്പം അൻസിബയൊക്കെ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും, അതിനകത്തുനിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഇല്ലേ? ഇനി എന്താണെങ്കിലും അൻസിബ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്, ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനക്കുറുപ്പ് ചേച്ചി വന്നു. നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും
ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല എന്ന് ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു വോയിസ് ആണ് അൻസിബയുടെ. ഞാനൊരു കാര്യം പറയട്ടെ, വളരെ സങ്കടത്തോടുകൂടി കരഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി പറയുന്നത്. എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, മനസ്സിലായോ? നീനാക്കുറുപ്പ് ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവർ കേട്ടിട്ടുണ്ട്. എന്നാൽ അമ്മയിലെ തന്നെ പല വേറെ അംഗങ്ങളും ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. എന്തിന്? പിന്നെ അവസാനം പറഞ്ഞൊരു കാര്യം, എപ്പോഴും ആണുങ്ങൾ ആ ഒരു സാധനം വിടൂ, എല്ലാവരെയും ഒരു തരത്തിൽ കണ്ടിട്ട് മറ്റേ അങ്ങോട്ട് കല്ലെറിയാൻ നിൽക്കാതെ. ഇങ്ങനെയുള്ള ചില വാക്കുകളാണ് ഇവിടെ ബാക്കിയുള്ള അത്യാവശ്യം നീതി ലഭിക്കേണ്ട ആണുങ്ങൾക്ക് നീതി കിട്ടാതെ പോകുന്നത് ഇങ്ങനെയുള്ള ചില ആളുകൾ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ചില സ്ത്രീകൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നുണ്ടാണ്. അൻസിബ പറഞ്ഞതിനകത്ത് തെറ്റണമെന്നല്ല, പക്ഷേ എല്ലാ പുരുഷന്മാരെയും ഒരേ രീതിയിൽ കാണരുത്. ടിനി ടോം അവൻ എന്താണെന്ന് എല്ലാവരും ഇപ്പം അൻസിബ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻസിബ പറയുന്നതിനകത്തൊന്നും മാത്രമല്ല, പുള്ളി തന്നെ പുള്ളിയുടെ പല കാട്ടയങ്ങൾ ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിലൊക്കെ വെച്ച് കാണിക്കുമ്പോൾ സ്ത്രീകളോടുള്ള പുള്ളിയുടെ ബിഹേവിയർ കാണുമ്പോൾ എന്തോ വലിയ കമ്പനി വാട്ടിമോളെ ബാ ഇങ്ങോട്ട് കയറിക്കോ കക്ഷത്തിൻ്റെ ഇടയിലോട്ട്, നീ എൻ്റെ ചുന്ദരി കോതയല്ലേ, ഈ ഒരു മൂഡിലുള്ള പുള്ളിയുടെ ഒരു സാധനമുണ്ട്. എന്നിട്ടൊരുമാതിരി പുച്ചോ, അത് പുള്ളിയുടെ വീട്ടിലിരിക്കുന്നവരത് കാണിച്ചാൽ മതി. മനസ്സിലായോ? എല്ലാവരോടും, നാട്ടുകാരിലെ അല്ലെങ്കിൽ ഈ താരസംഘടനയിലെ എല്ലാവരോടും ഒരേപോലെ കാണിക്കണമെന്ന് അതിൻ്റെ ആവശ്യമില്ല. പുള്ളിയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്തിപ്പോൾ മുന്നോട്ട് വരുന്നു. ഇപ്പോൾ ടിനി ടോമിനെതിരെ കേസ് കൊടുക്കാനായിട്ട് വകുപ്പില്ല, കാരണം ആരും സാക്ഷി പറയത്തില്ല. ആകെ നീനാക്കുറുപ്പ് മാത്രമുണ്ട്. കൊടുത്തിട്ടും എങ്ങും എത്തത്തൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയെ ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അപമാനിച്ചല്ലോ, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ആ പെൺകുട്ടി കേസ് കൊടുത്തിരിക്കുന്നത്. അതിലെങ്കിലും അവൾക്ക് നീതി കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ടിനി ടോമിൻ്റെ കേസിൽ പിടിപാടുള്ളവനാണ്. അയ്യോ, സ്വന്തം മോൻ്റെ കേസ് പോലും അവൻ തൂത്ത് മാച്ച് കളഞ്ഞ ടീമൊക്കെയാണ്. പിന്നെ ടിനി ടോം ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു വില ഉണ്ടാവത്തില്ല നിനക്ക്. സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, പുറത്ത് ജനങ്ങളുടെ ഇടയ്ക്കും പുച്ഛമായിരിക്കും. ഞാനീ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയോ.